ഹലോ ഫ്രണ്ട്സ്, ഇന്ന് വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് ഫോട്ടോസ് ഉപയോഗിച്ച് നമുക്ക് ആനിമേഷൻസും ട്രാൻസിഷനും എങ്ങനെ കൊടുക്കാമെന്നുള്ളതാണ് കാണിക്കാൻ പോണത് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇൻഷോട്ട് ആപ്ലിക്കേഷൻ തന്നെ എടുക്കണം. അതിനു മുന്നേ ആനിമേഷനും ട്രാൻസിഷനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് പറഞ്ഞുതരാം കേട്ടോ. ആനിമേഷൻ എന്ന് പറയുന്നത് ഒരു സീനിനുള്ളിൽ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ടെക്സ്റ്റൊക്കെ മൂവ് ചെയ്യുന്നതാണ് എന്ത് ആനിമേഷൻ എന്ന് പറയുന്നത്. ട്രാൻസിഷൻ എന്ന് പറയുന്നത് എന്താ വെച്ചാൽ ഒരു സീൻ അല്ലെങ്കിൽ ഒരു ഫോട്ടോ നിന്ന് മറ്റൊരു ഫോട്ടോയിലേക്ക് മാറുന്ന രീതിയാണ് എന്ത് ട്രാൻസിഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാൻ നോക്കിയാലോ. അതിന് വേണ്ടി ഇൻഷോട്ട് ആപ്ലിക്കേഷൻ എടുക്കുക, വീഡിയോ സെലക്ട് ചെയ്യുക, ഫോട്ടോയിൽ നിന്ന് ഒരു 3-4 ഫോട്ടോ സെലക്ട് ചെയ്തതിന് ശേഷം ഫസ്റ്റ് ഫോട്ടോൻ്റെ ക്ലിപ്പ് ക്യാൻവാസ് ആദ്യം കൂട്ടി കൊടുക്കുക കേട്ടോ. ക്ലിപ്പല്ല, അതിൻ്റെ ക്യാൻവാസ് ആദ്യം കൂട്ടി കൊടുക്കുക. ഫസ്റ്റ് ഫോട്ടോ തന്നെ നമുക്ക് ആനിമേറ്റ് ചെയ്യാം. ആനിമേഷൻ ഇവിടെ ഞാൻ ഫെയ്ഡാണ് ചൂസ് ചെയ്യണത്. ഫെയ്ഡ് ഞാൻ 5 സെക്കൻഡ്സ് വരെ ടൈം വെക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവണം, അതാണ് ട്രാൻസിഷൻ എന്ന് പറയുന്നത്. ആ ട്രാൻസിഷൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പറിൽ ഫസ്റ്റ് ട്രാൻസിഷനാണ് ഞാനിവിടെ കൊടുക്കുന്നത് കേട്ടോ. അപ്പം അതിൻ്റെ ടൈം ഞാൻ ചേഞ്ച് ചെയ്യുന്നില്ല. സെക്കൻഡ് ഫോട്ടോയിൽ സെയിം സ്റ്റെപ്സാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ആദ്യം തന്നെ ഫോട്ടോ സെലക്ട് ചെയ്യുക, ക്യാൻവാസ് കൊടുക്കുക, ആനിമേഷൻ കൊടുക്കുക, ട്രാൻസിഷൻ കൊടുക്കുക. ഈ സെയിം സ്റ്റെപ്സ് തന്നെ 3rd and 4th and 5th ഫോട്ടോയ്ക്ക് ഫോളോ ചെയ്താൽ മതി കേട്ടോ. എത്ര ഫോട്ടോ എടുക്കുന്നോ അത്രയും ഫോട്ടോൻ്റെ ആനിമേഷനും ട്രാൻസിഷനും ഇതേപടി ഒന്ന് ചെയ്താൽ മതി. പലതും നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ ഓരോന്നായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് എടുത്തുവെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ആനിമേഷനും ട്രാൻസിഷനും കൂടാതെ നമുക്ക് വേണമെങ്കിൽ എഫക്റ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അതും ചൂസ് ചെയ്യാവുന്നതാണ്. അത് ഞാൻ ഈ വീഡിയോയിൽ ഇപ്പോൾ എന്തായാലും പറയുന്നില്ല. ബേസിക്കായിട്ട് ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ആനിമേഷനും ട്രാൻസിഷനും എങ്ങനെ കൊടുക്കുന്നതെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. ഇതെല്ലാവർക്കും മനസ്സിലായി എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ കൂടുതൽ എഡിറ്റിംഗ് വീഡിയോസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും, അതിൽ കയറി ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ ലാസ്റ്റത്തെ ഫൈനൽ റിസൾട്ട് എന്തായാലും കാണാൻ മറക്കില്ല കേട്ടോ. ഫോട്ടോസും വീഡിയോസും തീരെ എഡിറ്റ് ചെയ്യാനായിട്ട് അറിയാത്തവർക്കും വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഇത്. ബേസിക്കായിട്ട് സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്തൊന്ന് പറയുക കേട്ടോ. ഫോട്ടോ എങ്ങനെ ട്രാൻസിഷനും ആനിമേഷനും കൊടുക്കുക എന്നുള്ളതാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇനി നമുക്ക് വീഡിയോ ആനിമേഷനും ട്രാൻസിഷനും കൊടുക്കാൻ പറ്റും. ഇതേ രീതിയിൽ തന്നെയാണ് കേട്ടോ, അതിൽ മാറ്റങ്ങളൊന്നുമില്ല. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.